ഇസ്കോണിനെ നിരോധിക്കണമെന്ന് 100 തവണ പറഞ്ഞ നാവിൽ നിന്ന് കൃഷ്ണ ഹരേ എന്ന നാമം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ശനിയാഴ്ച രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് ജന്മാഷ്ടമി ആശംസിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശങ്ങൾ പരസ്പര സൗഹാർദ്ദവും സാഹോദര്യവും ശക്തിപ്പെടുത്താനും രാജ്യത്തിന്റെ നിലവിലുള്ള ക്രമവും സാമുദായിക ഐക്യവും നിലനിർത്താനും സഹായിക്കുമെന്നായിരുന്നു യൂനുസിന്റെ വാക്കുകൾ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദു സമുദായത്തിലെ അംഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ ആവർത്തിച്ചുള്ള ആക്രമണ സംഭവങ്ങൾ വ്യാപകമായിരുന്നു. ഈ ആശങ്കകൾക്കിടയിലാണ് യൂനുസിന്റെ ആശംസകൾ വന്നിരിക്കുന്നത്. സർക്കാർ നടത്തുന്ന ബംഗ്ലാദേശ് സംഘടന റിപ്പോർട്ട് അനുസരിച്ച് ഭക്തിയിലും സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ മൂല്യങ്ങൾ എല്ലാ മതങ്ങളിലെയും ആളുകളെ പ്രചോദിപ്പിക്കുന്നത് തുടരുന്നു എന്നാണ് യൂനുസിന്റെ സന്ദേശം. സമുദായ ഐക്യത്തെ രാജ്യത്തെ സംസ്കാരത്തിന്റെ മുഖമുദ്രയായി യൂനുസ് വിശേഷിപ്പിക്കുകയും ഒരു പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം നന്നാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നിലവിലുള്ള ക്രമത്തെയും സാമുദായിക ഐക്യത്തെയും ആർക്കും തകർക്കാൻ സാധിക്കാത്ത വിധം ജാഗ്രത പാലിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂട്ടായ പരിശ്രമത്തിലൂടെ വിവേചനരഹിതവും സാമുദായിക ഐക്യത്താൽ സമ്പന്നവുമായ ഒരു പുതിയ ബംഗ്ലാദേശ് കെട്ടിപ്പടുക്കണമെന്നും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് ശനിയാഴ്ച ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് രാജ്യം വിട്ടതിനെ തുടർന്നാണ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത്. 2024 ഓഗസ്റ്റിൽ അദ്ദേഹം അധികാരത്തിൽ വന്നതിനു ശേഷം ഹിന്ദു സമൂഹത്തിനും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിലെ ഈ ആക്രമണ സംഭവങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇസ്കോൺ എന്ന് പറയുന്നത് മതമൗലികവാദ സംഘടനയാണെന്നും ഇസ്കോണിനെ രാജ്യത്ത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്ന ഇടത്തുനിന്നാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. ഇസ്കോൺ നേതാവും ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനാ വക്താവുമായ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനു പിന്നാലെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം തുടരുന്നതിനിടെയായിരുന്നു സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. കൃഷ്ണഭക്തിയിൽ ജനിച്ച് ജീവിച്ച് ഒടുവിൽ മോക്ഷം പ്രാപിക്കുന്നവരാണ് ഇസ്കോൺ വിശ്വാസികൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും ഇസ്കോണിന്റെ സംഭാവനയാണ്. ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ പൂർണ്ണനായ ദൈവം. വേദാന്തത്തിൽ വേരുകളുള്ള ഒരു ഏകദൈവ വിശ്വാസ പ്രസ്ഥാനം തന്നെയാണ് ഇസ്കോൺ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അഥവാ ഇസ്കോൺ എന്നാണ് സന്യാസി സംഘം അറിയപ്പെടുന്നത്. 1966 ശ്രീകൃഷ്ണ ദർശനങ്ങളുടെ പ്രചാരണാർത്ഥം ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം ന്യൂയോർക്കിൽ ചെന്ന ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. പ്രഭുപാദ 1966 ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് സ്ഥാപിച്ചത്. പ്രഭുപാദ ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കരുതിപ്പോരുന്നു. ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളിലാണ് ഇതിന്റെ അടിസ്ഥാന വിശ്വാസം. ഇസ്കോണിന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന പേര് വന്നത് തന്നെ ഭക്തന്മാർ ഏതു നേരവും ഭജിക്കുകയും ജപിക്കുകയും പാടുകയും ചെയ്യുന്ന മഹാമന്ത്രം എന്ന് അവർ വിളിക്കുന്ന ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന ചൊല്ലിൽ നിന്നാണ്. എന്തായാലും ജന്മാഷ്ടമി ദിവസം ഇതുപോലെ ഭഗവാൻ കൃഷ്ണനെ ചേർത്ത് നിർത്തി മുഹമ്മദ് യൂനുസ് ഒരു ആശംസ നൽകിയിരിക്കുന്നത് തന്നെ രാജ്യത്തിന്റെ മാറി വരുന്ന സാഹചര്യങ്ങളുടെ ഒരു ധ്വനിയാണോ എന്ന് പലരും സംശയിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ എല്ലാവർക്കും, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ബംഗ്ലാദേശിൽ ഒരേ രീതിയിൽ ജീവിക്കാൻ സാധിക്കും, വീണ്ടും ബംഗ്ലാദേശിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷകളാണ് ഈ ആശംസ കേട്ടതിന് ശേഷം, ഈ ആശംസ വന്നതിന് ശേഷം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം. എന്തായാലും എന്താണ് മുഹമ്മദ് യൂനുസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പ്രവചിക്കാനാവില്ല. നല്ലത് തന്നെ ആകട്ടെ എന്ന് ഇസ്കോൺ വിശ്വാസികളും ഇസ്കോൺ പ്രസ്ഥാനവും പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.